എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. ദിലീഷ് പോത്തൻ, സുരഭി, വിജയ് രാഘവൻ, ദർശന ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി സിനിമയുടെ റിലീസ്. ഒഫീഷ്യൽ തീയതി ജനുവരി 16 അതായത് ഇന്ന് രാത്രി 12 മണിക്ക് റൈഫിൾ ക്ലബ്ബ് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്. നാസ്ലിൻ നായകന സിനിമയായിരുന്നു അയാം കാതലൻ. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ OTT റിലീസിന് എത്തുകയാണ്. നാളെ രാത്രി 12 മണിക്കാണ് കാതലൻ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയെ കുറിച്ചാണ്. അർജുൻ അശോകൻ, അപർണ ദാസ്, സംഗീത ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഇപ്പോഴിതാ മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ ആനന്ദ് ശ്രീബാല സർപ്രൈസ് ആയിട്ട് വന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെ കുറിച്ചാണ്. മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബറോസ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 24 ബറോസ് സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്. ജോർജ് ജോർജാണ് സിനിമയിലെ നായകൻ. ഇതൊരു മാസ് ആക്ഷൻ മൂവിയാണ്. പണി സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് നാളെയാണ്. സോണി ലീവ് ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം പണി സിനിമ റിലീസായേക്കും. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. പണി സിനിമയുടെ OTT ഇന്നാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ കുറിച്ചാണ്. ദിലീപ്, തമന്ന, സിദ്ദിഖ്, ഷൈൻ ടോം ചാക്കോ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ബാന്ദ്ര എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിട്ട് 1 മാസമായി. ഇതുവരെ സിനിമ പുറത്തു വന്നിട്ടില്ല. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വീക്കിൽ ബാന്ദ്ര സിനിമ ആമസോണിൽ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. സിനിമ ഇപ്പോൾ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഹിന്ദിയിലാണ് സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ കിട്ടിയത്. ഇപ്പോഴിതാ മാർക്കോ സിനിമയുടെ OTT 26 കോടിക്ക് നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 30 അല്ലെങ്കിൽ ഫെബ്രുവരി 5 ഈ ദിവസത്തിൽ മാർക്കോ സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മാർക്കോ സിനിമയുടെ പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒഫീഷ്യൽ OTT എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.